الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ പ്രിയപ്പെട്ട സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ അതിൻ്റെ 30 ദിനരാത്രങ്ങൾ അള്ളാഹുവിന് മുന്നിൽ ഇബാദത്തുകൾ അർപ്പിക്കുവാൻ ഈമാനികമായും ശാരീരികമായും ആരോഗ്യപരമായും തൗഫീഖ് ലഭിച്ച ആളുകളാണ് നാം ഓരോരുത്തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കഴിഞ്ഞ റമദാനിനെ പരിപൂർണമായ അർത്ഥത്തിൽ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് ശുദ്ധമായ ഹൃദയത്തോടുകൂടെ സ്വർഗപ്രവേശനം ലഭിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു തആല നമ്മെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാനിന് ശേഷം ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുക എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തുടർന്ന് ബഹുമാന്യനായ വസീം അൽ ഹിക്കമിയും നിങ്ങളുമായി സംസാരിക്കും. അതിലേറ്റവും പ്രധാനമായ കാര്യങ്ങളിൽപ്പെട്ടതാണ് നന്ദിയുള്ളവരാകുക എന്നത്. ഈ റമദാനിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈമാനോടുകൂടെ സിഹത്തോടുകൂടെ ജീവിക്കാനും ഇബാദത്തുകൾ നിർവഹിക്കാനും ഭാഗ്യം ലഭിക്കുക എന്നത് ചെറിയ കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഭാഗ്യവാന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തി എന്നത് അള്ളാഹുവിൻ്റെ മുന്നിൽ എത്ര നന്ദി അർപ്പിച്ചാലും മതി വരാത്തതാണ്. ലൈലത്തുൽ ഖദ്ർ ഉൾക്കൊള്ളുന്ന, ഖിയാമുൽ ലൈലും സിയാമും എല്ലാം ഉൾക്കൊള്ളുന്ന പരിശുദ്ധമായ ആ 30 ദിനരാത്രങ്ങൾ, അതിൽ ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് ലഭിച്ചു എന്ന ആ നിഅമത്തിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് തുടർന്നുള്ള ജീവിതത്തിൽ നന്ദി കാണിക്കുക എന്നത് പ്രധാനമാണ്. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക. ഏത് ഇബാദത്തുകളെ സൂചിപ്പിക്കുന്നിടത്തും പരിശുദ്ധ ഖുർആൻ അതുപോലെ തന്നെ പ്രവാചകന്റെ സുന്നത്തും പരിശോധിച്ചാൽ ഇബാദത്തുകളുടെ അവസാനത്തിൽ ഇസ്തിഗ്ഫാർ ചൊല്ലുവാൻ നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഹജ്ജിനെ പറ്റി പറഞ്ഞിടത്ത്, നമസ്കാരത്തെ പറ്റി പറഞ്ഞിടത്ത്, അതുപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ദൗത്യ പൂർത്തീകരണം സൂറത്ത് നസ്റിൽ സൂചിപ്പിക്കുന്നിടത്തും ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ, അവിടെയെല്ലാം ഇസ്തിഗ്ഫാർ നടത്തണമെന്ന് പ്രത്യേകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റമദാനിൽ ഇബാദത്തുകൾ നിർവഹിച്ച ആളുകൾ എന്ന നിലയിൽ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു മേഖലയാണ്.
അതുപോലെ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു കാര്യമാണ് നമ്മൾ ചെയ്ത നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പൂർവികരായ സലഫുകളുടെ ജീവിതം പരിശോധിച്ചാൽ അവരിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുക, അമലുകൾ ചെയ്യാനെടുക്കുന്ന പരിശ്രമത്തെക്കാൾ അധികമായി ചെയ്ത അമലുകൾ അള്ളാഹു സ്വീകരിക്കുവാനുള്ള പരിശ്രമം, അതിനുള്ള പ്രാർത്ഥനകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ 30 ദിവസത്തെ നമ്മുടെ അമലുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മൾ നോമ്പ് നോറ്റവരാണ്, രാത്രി നമസ്കരിച്ചവരാണ്, സ്വതക്ക നിർവഹിച്ചവരാണ്, പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ 1 തവണ 2 തവണ 3 തവണ അതിനേക്കാൾ അപ്പുറം ഓതിയവരാണ്. ദുആഉം സിക്റും ഇസ്തിഗ്ഫാറും അതുപോലെ തന്നെ നോമ്പുകാർക്ക് നോമ്പ് തുറപ്പിച്ചും അതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങൾ നടത്തിയുമെല്ലാം ഉംറ ചെയ്തുമെല്ലാം കഴിഞ്ഞ 30 ദിവസത്തെ രാവും പകലും ജീവിപ്പിച്ചവരാണ് ഞാനും നിങ്ങളും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നഷ്ടത്തിലായി പോകും. അതുകൊണ്ട് തന്നെ റബ്ബിനോട് സ്വീകരിക്കാനുള്ള പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ നിന്ന് ഉയരേണ്ടതുണ്ട്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകൾ സ്വീകരിക്കുക മുത്തഖീങ്ങളിൽ നിന്നാണ്. മുത്തഖീങ്ങളല്ലാതെയായി മാറിയാൽ അവന്റെ അമൽ സ്വീകരിക്കുകയില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ റമദാനിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ എന്നല്ല, നമ്മുടെ ഏത് പ്രവർത്തനങ്ങളും അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ തഖ്വ ബോധത്തോടുകൂടി ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. ആ തഖ്വ നിലനിർത്തുകയും അതോടൊപ്പം അല്ലാഹു എന്നിൽ നിന്ന് സ്വീകരിക്കാതെ പോകുമോ എന്ന പേടിയും ബേജാറും മനസ്സിലുണ്ടാകുകയും ആ ബേജാറിൽ നിന്ന്, പേടിയിൽ നിന്ന് ആത്മാർത്ഥമായി ഉയരുന്ന പ്രാർത്ഥനകളുമാണ് നമുക്ക് ആവശ്യമുള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിച്ചാൽ ഈ കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്ന ആളുകൾ, അവരെ പറ്റി അല്ലാഹു തആല പറഞ്ഞത് വഖുലൂബുഹും വജില, അവരുടെ ഹൃദയം പേടിക്കുന്നതാണ്. വഅന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അവർ അവരുടെ റബ്ബിലേക്ക് മടങ്ങി ചെല്ലുന്നവരുമാണ്. ഈ ആയത്ത് കേട്ടപ്പോൾ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, അഹുമുൽ ലദീന യശ്റബൂനൽ ഖംറ വയസ്റഖൂൻ, അവരെ കള്ള് കുടിക്കുന്നവരും അതുപോലെ തന്നെ കളവ് മോഷണം നടത്തുന്നവരുമാണോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യാ ബിൻതു സുദ്ദീഖ്, വലാകിൻ, അവരെ അങ്ങനെയുള്ള ആളുകളല്ല, പക്ഷേ ഹുമുൽ ലദീന യസൂമൂൻ, അവര് നോമ്പ് നോറ്റവരാണ്, വയുസല്ലൂൻ, അവർ നമസ്കരിച്ചവരാണ്, വയതസദ്ദഖൂൻ, അവർ സ്വതക്ക നിർവഹിച്ചവരാണ്, അതോടൊപ്പം തന്നെ വഹും യഖാഫൂന അല്ലാ യുതഖബ്ബല മിൻഹും, അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ലേ എന്ന ഭയം അതോടൊപ്പം അവർക്കുണ്ടായിരിക്കും. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഉലൈക യുസാരിഊന ഫിൽ ഖൈറാതി വഹും ലഹാ സാബിഖൂൻ, അവരാണ് നന്മയിൽ മുന്നേറുന്നവർ, അവരാണ് ആ നന്മയിൽ മുൻകടന്നവർ എന്ന്. അപ്പോൾ ഈ ആയത്ത് നമ്മളെ പരിചയപ്പെടുത്തുന്നത് തഖ്വയോടുകൂടി, ഈമാനോടുകൂടി സ്വതക്ക നിർവഹിക്കുന്ന, നോമ്പ് നോൽക്കുന്ന, നമസ്കാരം നിർവഹിക്കുന്ന ആളുകളുടെ ഹൃദയത്തിലുള്ള ഭയത്തെക്കുറിച്ചാണ്. എൻ്റെ ഈ അമൽ, എൻ്റെ ഈ ഒരു പ്രവർത്തനം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാതെ പോകുമോ എന്ന പേടി അവരുടെയെല്ലാം ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ആയത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ പൂർവികരായ പണ്ഡിതന്മാരൊക്കെ അവർ സൂചിപ്പിച്ചതായി അവരുടെ വചനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഫദാലത്ത് ബിൻ ഉബൈദ് എന്ന് പറയുന്ന സ്വഹാബി വര്യൻ, അദ്ദേഹം പറയാണ്, ലൈൻ അകൂന അഅലമു അന്നല്ലാഹ ഖദ് യതഖബ്ബലു മിന്നി മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഏറ്റവും ചെറിയ കടുകുമണിയുടെ ഒരു ഭാഗമെങ്ങാനും
അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ അമലിൽ നിന്ന് എന്നിൽ നിന്ന് സ്വീകരിച്ചു എന്ന് എനിക്കറിയാൻ സാധിച്ചാൽ അഹബ്ബു ഇലയ്യ മിനദ് ദുനിയ വമാ ഫീഹാ, ഈ ദുനിയാവും അതിലുള്ളതിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടത് അതാകുമായിരിക്കും. കാരണം ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു തആല അമൽ സ്വീകരിക്കുക ആരിൽ നിന്നാണ്? മുത്തഖീങ്ങളിൽ നിന്നാണ്. ആ മുത്തഖീങ്ങളിൽ ഞാൻ ഉൾപ്പെട്ടല്ലോ, എൻ്റെ അമൽ അല്ലാഹു തആല സ്വീകരിച്ചല്ലോ എന്ന സന്തോഷമാണ് അദ്ദേഹം അവിടെ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ച, റമദാൻ മാസത്തിൽ ഇബാദത്തുകളെ അധികരിപ്പിച്ച ഞാനും നിങ്ങളും വരാനിരിക്കുന്ന ദിനങ്ങളിൽ അധികരിപ്പിക്കേണ്ടത്, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഈ അമലുകൾ പൂർണ്ണാർത്ഥത്തിൽ നീ സ്വീകരിക്കണമേ, അതിൽ വന്നുപോയ പാളിച്ചകളെ നീ പുറത്തു തരികയും അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം നീ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കണം. ഞാൻ ഈ ചെയ്തതൊക്കെ അള്ളാഹു സ്വീകരിക്കുമെന്ന ഒരു ധാരണയല്ല, സ്വീകരിക്കാതിരിക്കുമോ എന്ന ബേജാറും പേടിയുമാണ് വിശ്വാസിക്കുണ്ടായിരിക്കേണ്ടത്. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നമുക്കൊക്കെ അറിയാം ചരിത്രം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയും അള്ളാഹുവിൻ്റെ ഭവനമായ കഅബാലയം പടുത്തുയർത്തിയിട്ട് അവിടെ വെച്ച് അവർ പ്രാർത്ഥിച്ചത്, അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് റബ്ബന തഖബ്ബൽ മിന്ന, ഞങ്ങളിൽ നിന്ന് അള്ളാഹുവെ നീ ഇത് സ്വീകരിക്കണമേ എന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ സ്വീകരണത്തിനുള്ള പ്രാർത്ഥന ഉണ്ടാകണം. അതോടൊപ്പം തന്നെ എനിക്ക് ഇവിടെ ജീവിക്കാൻ, ഈ അമലുകൾ ചെയ്യാൻ എനിക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ ഫضലുമാണ് കാരണമായത് എന്ന ചിന്തയും കിബർ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകരുത് എന്നർത്ഥം. മഹാനായ ദുൽഖർനൈനിയുടെ ചരിത്രം പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം ആസദ് അല്ലെങ്കിൽ എന്താ പറയാ, ഈ യജൂജ് മഅജൂജ് അവർക്കിടയിൽ ഒരു മതിൽ തീർത്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞത്, ഹാദാ മിൻ ഫضൽ റബ്ബി, ഹാദാ മിൻ ഫضൽ റബ്ബി, ഇതെൻ്റെ റബ്ബിൻ്റെ ഫضലിൽപ്പെട്ടതാണ്. താൻ അത്രയും വലിയൊരു നന്മ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് അദ്ദേഹം ഉരുവിട്ട വചനമാണത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്, ഇതൊക്കെ അല്ലാഹു തആല എനിക്ക് നൽകിയ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ ഈ അനുഗ്രഹങ്ങൾ, ഈ ഞാൻ ചെയ്യുന്ന ഈ അമലുകൾ അല്ലാഹു എന്നിൽ നിന്ന് സ്വീകരിക്കണമെന്ന പ്രാർത്ഥനയുമാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ ചെയ്ത അമലുകൾക്ക് തുടർച്ചയുണ്ടാകണമെന്നത്. റമദാൻ എന്നത് പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങളിലൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും, അത് അവസാനമല്ല, ഒടുക്കമല്ല, തുടക്കമാണ്. പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് റമദാൻ കഴിയുന്നതോടുകൂടി അമലുകൾ ഒടുങ്ങി, അമലുകൾ അവസാനിച്ചു. അല്ല, നമ്മുടെ ജീവിതത്തിലെ അമലുകൾക്ക് ഉള്ള തുടക്കമായി മാറേണ്ടതാണ് റമദാൻ മാസം എന്നത്. അത് നമ്മൾ എപ്പോഴും ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. പലപ്പോഴും റമദാനിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, റമദാനിൽ നമ്മൾ ശീലിച്ച ശീലങ്ങൾ, റമദാൻ കഴിയുന്നതോടുകൂടെ തന്നെ അതെല്ലാം പൂർണ്ണമായി അവസാനിപ്പിക്കുന്ന ഒരവസ്ഥയാണ് സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു സമയത്തു മാത്രമല്ല. മനുഷ്യന്റെ ഇബാദത്ത് അവന്റെ മരണം വരെയാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിനക്ക് യഖീൻ എത്തുന്നത് വരെ, സുഫികൾ പറയുന്നത് പോലെ നിനക്ക് ഉറച്ച വിശ്വാസം എത്തുന്നത് വരെ എന്നതല്ല, നിനക്ക് മരണമെത്തുന്നത് വരെ നീ നിന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യണമെന്നാണ്. വഅബ്ദ് ഫസ്തബിർ ലിഇബാദതിഹി, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം, അള്ളാഹ്ക്ക് ചെയ്യുന്ന ഇബാദത്തിൽ നിങ്ങൾ ക്ഷമാലുക്കളായിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇബാദത്ത് നിർവഹിക്കാൻ ക്ഷമയും സഹനവും ആവശ്യമാണ്. അതിനുള്ള പാഠശാലയായിരുന്നു 30 ദിവസം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയത്. കഴിഞ്ഞ 30 ദിനരാത്രങ്ങൾ കഠിനമായ പരിശ്രമത്തിലും പരിശീലനത്തിലുമായിരുന്നു നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ അതിനു മുമ്പ് നമ്മൾ അനുഷ്ഠിക്കാത്ത, നമ്മൾ അലസമായി തീർന്ന പല ഇബാദത്തുകളും പല സുന്നത്തുകളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമുക്ക് പറ്റി. ഒരുപാട് തിന്മയോട് വിട പറയാൻ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആ തിന്മയോട് വിട പറയുന്നതും നന്മകൾ അധികരിപ്പിക്കുന്നതുമായ സ്വഭാവം, ആ ശീലം, അത് ഒരിക്കലും നമ്മൾ വിട്ടുപോകാൻ പാടില്ല. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ,
അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. വിശ്വാസികൾ വിജയിച്ചവരാണ്, അവരുടെ നമസ്കാരത്തിൽ അവർ ഖുശൂ ഉള്ളവരാണ്. ഈ ഖുശൂ റമദാനിൽ മാത്രമല്ല, മരണം വരെ നമ്മുടെ ഇബാദത്തിൽ ഖുശൂ ഉണ്ടായിരിക്കണം. അല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ലഗ്വിൽ നിന്ന്, അനാവശ്യങ്ങളിൽ നിന്ന് പിന്തിരിയുന്നവരാണവർ. റമദാനിൽ മാത്രം തിന്മയോട് വിട പറഞ്ഞാൽ പോരാ, മരണം വരെ റമദാനിൽ എത്രമാത്രം ശ്രദ്ധ നമ്മൾ തിന്മ ചെയ്യാതിരിക്കാൻ ചൊലുത്തിയോ അതുപോലെയുള്ള ശ്രദ്ധ വരുന്ന 11 മാസവും അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് നിശ്ചയിച്ച ആയുസ് വരെ നിലനിർത്താൻ നമുക്ക് പറ്റണം. വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ. സകാത്ത് കൊടുക്കുന്നവരാണ്. പലപ്പോഴും റമദാൻ മാസത്തിൽ സകാത്ത് കൊടുക്കാൻ ആളുകൾക്ക് ഉത്സാഹമാണ്. എന്നാൽ റമദാൻ അല്ലാത്ത മാസങ്ങളിലും നമ്മുടെ ഏതെങ്കിലും സ്വത്തുകൾക്ക്, സമ്പത്തുകൾക്ക് അതിൻ്റെ നിസാബത്തുകയും ഹൗല് തികയുകയും ചെയ്താൽ ആ സക്കാത്തിന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധാലുക്കളാണോ? റമദാനിൽ മാത്രമായ ഒരു സക്കാത്ത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ. ഗുഹ്യഭാഗങ്ങൾ, ലൈംഗികമായ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണവർ, അതിൽ സൂക്ഷ്മത പാലിക്കുന്നവരാണ്. അത് റമദാനിൽ മാത്രമല്ല, മോശമായ വൃത്തികേടുകൾ കാണുന്ന സ്വഭാവം ഉള്ളവർ റമദാനിൽ ഒഴിവാക്കിയിരുന്നു. റമദാൻ കഴിയുന്നതോടുകൂടെ അങ്ങനെയുള്ള സിനിമകളും അങ്ങനെയുള്ള ക്ലിപ്പുകളും അങ്ങനെയുള്ള വീഡിയോകളും കാണുന്ന സ്വഭാവത്തിലേക്ക് തന്നെ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്ത് എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ പറയും, ഒരു അമൽ അല്ലാഹു തആല സ്വീകരിച്ചു എന്നതിൻ്റെ അലാമത്തു അഅ്മാലുൽ ഹസന, നന്മ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ അതിൻ്റെ അലാമത്ത് എന്ന് പറഞ്ഞാൽ അൽ ഹസനതു ബഅദഹ, അതിന് ശേഷം ചെയ്യുന്ന ഹസനാത്തുകളാണ് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിക്കാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിൽ നിന്ന് അല്ലാഹു തആല സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളമാണ് റമദാനിൽ നമ്മൾ ശ്രദ്ധിച്ച നമ്മുടെ അമലുകൾ തുടർന്നു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത്. റമദാനിൽ വിത്ർ നമസ്കരിക്കാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ല. റമദാൻ കഴിഞ്ഞു, ശവ്വാൽ 1 രാത്രി വിത്ർ നമ്മൾ നമസ്കരിച്ചോ ഇല്ലേ? തുടർന്ന് അങ്ങോട്ടുള്ള ദിനരാത്രങ്ങളിൽ റമദാനിലേതുപോലെ തന്നെ എന്നതല്ല, നേരെ മറിച്ച് നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഒരു 3 റക്അത്തെങ്കിലും വിത്ർ നമസ്കരിക്കാൻ നമുക്ക് കഴിഞ്ഞോ ഇല്ലയോ? നമ്മുടെ അമൽ അല്ലാഹു തആല സ്വീകരിച്ചോ ഇല്ലയോ എന്നതിൻ്റെ അടയാളമായിട്ടാണ് അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത്. പള്ളിയുമായിട്ടുള്ള നമ്മുടെ ബന്ധം റമദാനിൽ ഊഷ്മളമായിരുന്നു. റമദാനിന് ശേഷം ജമാഅത്ത് നമസ്കാരത്തിൽ നമ്മൾ എത്രത്തോളം ശ്രദ്ധ കാണിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, റമദാൻ എന്നത് നമുക്കൊരു പാഠശാലയായിരുന്നു. റമദാൻ എന്നത് ആ പാഠശാലയിലെ കഠിനമായ പ്രയത്നങ്ങളും പരിശീലനങ്ങളുമായിരുന്നു അതിലൂടെ നമ്മൾ നേടിയെടുത്തത്. അതിനെ നിലനിർത്താനുള്ള പരിശ്രമങ്ങളും പ്രവർത്തനങ്ങളുമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. മഹാനായ സുഫിയാൻ ഇബ്നു അബ്ദുൽ അസ്സഖഫി റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, ഖുൽതു യാ റസൂലല്ലാഹ് ഖുൽ ലി ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ബഅദക്. നബിയെ, ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾ എനിക്കൊരു കാര്യം പറഞ്ഞു തരണം, നിങ്ങളോടല്ലാതെ മറ്റൊരാളോടും പിന്നീട് എനിക്ക് ചോദിക്കേണ്ടി വരരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകിയ ഉപദേശം, ഖുൽ ആമൻതു ബില്ലാഹ് സുമ്മസ്തഖിം. നീ പ്രഖ്യാപിക്കുക, ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. എന്നിട്ട് നബി പറഞ്ഞു, സുമ്മസ്തഖിം, പിന്നെ നീ അത് തുടർന്നു കൊണ്ടുപോകുക, അതിൽ തന്നെ ഇസ്തിഖാമത്തോടുകൂടി നിലനിന്നു പോകുക എന്നതാണ്. ഏതെങ്കിലും മൗസിമുകളിൽ അല്ലെങ്കിൽ സീസണുകളിൽ മാത്രം അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നവരായി അധപ്പതിക്കാൻ നമ്മൾ പാടില്ല എന്നതാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. പണ്ഡിതന്മാർ പറയും, ബിഅസ ഖൗമിൻ ലാ യഅരിഫൂന അല്ലാഹ ഇല്ലാ ഫി റമദാൻ. റമദാനിൽ മാത്രം അള്ളാഹുവിനെ അറിയുന്ന സമൂഹത്തിന് നാശം, അവർ നശിക്കട്ടെ എന്നാണ്. റമദാനിൽ മാത്രം ഒരു റബ്ബ് നമുക്കില്ല. റമദാനിൽ ഏതൊരു റബ്ബിനെ പേടിച്ചാണോ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചത്, ആ റബ്ബ് തന്നെയാണ് ബാക്കിയുള്ള മാസങ്ങളിലും നമ്മുടെ രക്ഷിതാവ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു
വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. ആരാണ് എൻ്റെ റബ്ബ് അള്ളയാണെന്ന് പ്രഖ്യാപിക്കുകയും സുമ്മസ്തഖാമു എന്നിട്ട് അതിൽ തന്നെ ജീവിതത്തെ ഇസ്തിഖാമത്തോടുകൂടെ നിലനിർത്തിക്കൊണ്ടു പോകുകയും ചെയ്തത്, മരണം വരെ അവർ ആ ജീവിതത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കുന്ന സമയത്ത് മലക്കുകൾ വന്ന് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുമെന്നാണ്. ദുനിയാവിലെ കാര്യത്തെക്കുറിച്ചോ ആഖിറത്തിന്റെ വിഷയത്തെക്കുറിച്ചോ നീ പേടിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടതില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ആളുകളോട് പറയുമെന്ന് അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, റമദാനിലെ നമ്മുടെ അമലുകൾക്ക് തുടർച്ചയുണ്ടാകണം. റമദാനിൽ നമ്മൾ ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധിച്ചിരുന്നു. ഒരു ദിവസത്തിൽ ചെറിയ ഒരു ഭാഗമെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിലും ഖുർആനുമായി നമുക്ക് ബന്ധമുണ്ടാകണം. റമദാനിലെ എല്ലാ ദിവസങ്ങളിലും ഖുർആൻ ഒരു ജുസ് എങ്കിലും ഓതിയവരാണ് നാം ഓരോരുത്തരും. ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു ജുസ് വേണ്ട, ഏറ്റവും ചുരുങ്ങിയത് മിനിമമായ ചില കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യണം. റമദാൻ അതിൻ്റെ വക്തുകൾ, അതിൻ്റെ സമയങ്ങൾ നമുക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നു. ഓരോ സമയത്ത് എന്ത് ചെയ്യണം, ഇന്ന സമയത്ത് ഞാൻ ഖുർആൻ പാരായണം ചെയ്യും, ഇന്ന സമയത്ത് എനിക്ക് ഇന്ന പ്രവർത്തനമാണ്, ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഈ പ്ലാൻ തുടർന്നു വരുന്ന മാസങ്ങളിലും നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. ഖുർആൻ പഠനത്തിന് നമ്മൾ ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ നോക്കി വൃത്തിയായി പാരായണം ചെയ്യാൻ നമുക്ക് ഇനിയും സാധിച്ചിട്ടില്ല എങ്കിൽ അത് സങ്കടകരമായ വിഷയമാണ്. നമ്മൾ റമദാനിൽ ഒരു കോഴ്സ് പ്രഖ്യാപിച്ചിരുന്നു. വളരെ സങ്കടമുള്ള വിഷയം എന്താ വെച്ചാൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അതിൽ ജോയിൻ ചെയ്തത്. അതിനർത്ഥം ഞാൻ വിചാരിക്കുന്നില്ല ബാക്കിയുള്ള ആളുകൾക്കൊക്കെ അവർ പഠിച്ചവരാണ്, ഓതാൻ അറിയുന്നവരാണെന്ന്. നമ്മുടെ അശ്രദ്ധയാണ്. അള്ളാഹിൻ്റെ കലാമ് തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ സാധിക്കുക എന്നത് അത് വലിയ ഭാഗ്യമാണ്. അതിന് സാധിക്കാതിരിക്കുക എന്നുള്ളത് വലിയ ദൗർഭാഗ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഖുർആനിൻ്റെ പഠനം, അതിൻ്റെ ആശയം പഠിക്കാനും മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിൽ എമ്പാടുമാണ്. അതിനുള്ള സമയം റമദാനിന് ശേഷം നമ്മൾ ഈ ഒരു അവസരത്തിൽ കണ്ടെത്തേണ്ടതുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം അത് മുദാവമത്തോടുകൂടെ നിലനിർത്തി കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങളാണ്. വഇൻ ഖല്ല, അത് കുറച്ചാണെങ്കിലും. ഏതെങ്കിലും സീസണിൽ ഒരുപാട് പ്രവർത്തിക്കുകയും ബാക്കിയുള്ള ദിവസങ്ങളിൽ തീരെ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുക എന്നതല്ല. ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് കുറച്ചാണെങ്കിലും അത് സ്ഥിരമായി നിർവഹിക്കുക. ഫർദിനെ പറ്റിയല്ല പറഞ്ഞത്, സുന്നത്തായ കാര്യങ്ങളെ പറ്റിയാണ്. ഫർദായ പ്രവർത്തനങ്ങൾ അത് സ്ഥിരമായി കൃത്യമായി നിർവഹിക്കുക എന്നത് നമ്മുടെ മേൽ ബാധ്യതയാണ് എന്നത് നമുക്കറിയാവുന്ന വിഷയം കൂടെയാണ്. മാത്രവുമല്ല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് ഒരു ഖൈർ ഉദ്ദേശിച്ചാൽ അവനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതാണ്. മരണത്തിന് മുമ്പായി അവനെ കൊണ്ട് അമലുകൾ ചെയ്യിപ്പിക്കും. എങ്ങനെയാണ് അത് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹു തആല അവനെ മരിപ്പിക്കുന്നതിന് മുമ്പ് സ്വാലിഹായ അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല അവന് നൽകുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണം വരെ നമ്മൾ ചെയ്ത അമലുകൾ തുടർത്തിക്കൊണ്ടുപോകാനുള്ള പരിശ്രമം ഉണ്ടാകുക എന്നതാണ് റമദാനിന് ശേഷം സുപ്രധാനമായും നമ്മൾ ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഒരുപാട് ചെയ്തു, എനിക്കൊരുപാട് അമലുകളുണ്ട്. റമദാനിൻ്റെ ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. റമദാനിൻ്റെ ദിനരാത്രങ്ങൾ ഞാൻ പൂർണ്ണമായി ഇബാദത്തുകൾ നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുപാട് ചെയ്തു എന്ന നാട്യം അത് നമുക്ക് ആവശ്യമില്ല. വലാ തംനുൻ തസ്തക്സിർ. അള്ളാഹുവിൻ്റെ മുന്നിൽ എത്ര ഇബാദത്ത് ചെയ്താലും അത് മതിയാകുന്നതല്ല. അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കാൻ നമ്മുടെ ആയുസ് മുഴുവൻ ഇബാദത്തിൽ നമ്മൾ കഴിച്ചു കൂട്ടിയാലും അള്ളാഹുവിൻ്റെ സ്വർഗം അതിനു പകരമല്ല എന്ന ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറഞ്ഞില്ലേ, അല്ലാഹു തആല അവൻ്റെ റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്ക് പോലും സ്വർഗത്തിലേക്ക് പോവാൻ സാധ്യമല്ല എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രവർത്തനങ്ങൾ കുറവാണ് നമുക്ക്. ഇനിയും ഒരുപാട് പ്രവർത്തിക്കാനുണ്ട്, ഇനിയും ഒരുപാട് ഇബാദത്തുകളിൽ കഴിച്ചു കൂട്ടാനുണ്ട് എന്ന ചിന്തയായിരിക്കണം ഇനിയുള്ള ദിനരാത്രങ്ങൾ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അവസാനമായി, നമ്മൾ ചെയ്ത അമലുകൾ ഒരു പക്ഷേ ഇതുവരെ നല്ല അമലുകൾ ചെയ്യാനും അള്ളാഹു സ്വീകരിക്കുന്ന രീതിയിൽ ഇഖ്ലാസോടുകൂടെ തഖ്വയോടുകൂടി
അമലുകൾ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടാകും. എന്നാൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് ആ അമലുകളെ പൊളിച്ചു കളയുന്ന കർമ്മങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം. ശിർക്ക് പോലെയുള്ള അമലുകൾ, അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു പഠിപ്പിച്ച മുഫ്ലിസായി മാറാതിരിക്കാൻ നമ്മൾ ആലോചിക്കണം. ഈ കഴിഞ്ഞ റമദാനിൽ, ഈ കഴിഞ്ഞ ലൈലത്തുൽ ഖദറിൽ നമ്മൾ ഒരുപാട് പ്രയത്നിച്ചു, ഒരുപാട് പരിശ്രമിച്ചു. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. പക്ഷേ സഹോദരങ്ങൾ, ആലോചിച്ച് നോക്കൂ, പരലോകത്തെത്തുമ്പോൾ നമ്മുടെ ആ പ്രവർത്തനങ്ങൾ, നമ്മുടെ ആ അമലുകൾ നമ്മുടെ മറ്റൊരു സഹോദരനിലേക്ക് നീക്കപ്പെടുന്ന അവസ്ഥ. നബി പഠിപ്പിച്ച മുഫ്ലിസ്, പാപ്പരായവന്റെ ചരിത്രം ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇവൻ എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്, ഇവൻ എന്നെ അടിച്ചിട്ടുണ്ട്, ഇവൻ എന്നെ ആക്ഷേപിച്ചിട്ടുണ്ട്, ഇവൻ എൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചിട്ടുണ്ട്, ഇവൻ എൻ്റെ സ്വത്ത് അപഹരിച്ചിട്ടുണ്ട് എന്ന് നമുക്കെതിരെ കംപ്ലൈന്റ് പറയുന്നവൻ, അങ്ങനെ ഒരാൾ പരലോകത്ത് നമുക്കെതിരെ വന്നാൽ ഈ റമദാനിൽ അതല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ ചെയ്ത, അള്ളാഹു സ്വീകരിച്ച ഏതൊക്കെ അമല അള്ളാഹു സ്വീകരിക്കുക, നമ്മുടെ പ്രാർത്ഥന നിമിത്തം അള്ളാഹു സ്വീകരിച്ച അമലുകൾ ഓരോന്നോരോന്നായി ഓരോരുത്തിലേക്ക് എടുത്തുകൊടുത്ത് അവസാനം നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ദാരുണമായ അവസ്ഥയെക്കുറിച്ച് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെയ്ത അമലുകൾ നഷ്ടപ്പെടാതെ മരണം വരെ കാത്തു സൂക്ഷിക്കാൻ കൂടെ നമ്മൾ പരിശ്രമിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.